ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദ റൈസ് ഓഫ് നാഷണലിസം എന്ന ചാപ്റ്ററിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എന്ന് പറയുന്നത്. യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, ജർമ്മൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നാഷണലിസം ഗ്രോ ചെയ്തിട്ടുള്ളത് എന്നും അതിനുവേണ്ടി ഓരോ ലീഡേഴ്സും എത്രത്തോളം പ്രോബ്ലം സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയായിരുന്നു ജർമ്മൻ യൂണിഫിക്കേഷൻ. ഇതൊരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു, കുറേയധികം വർഷങ്ങളെടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എല്ലാ മക്കളും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ഒരു ക്ലാസ് കണ്ടാൽ ജർമ്മൻ യൂണിഫിക്കേഷൻ മക്കൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അതുപോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നാഷണലിസ്റ്റ് ഫീലിംഗ് വൈഡ് സ്പ്രെഡ് എമംഗ് ദ മിഡിൽ ക്ലാസ് ഓഫ് ജർമ്മൻ മിഡിൽ ക്ലാസ് പീപ്പിൾസിൻ്റെ ഇടയിൽ നാഷണലിസ്റ്റിക് ഐഡിയോളജി ഓർ നാഷണലിസ്റ്റിക് ഫീലിംഗ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, എമേർജ് ചെയ്യാൻ മീൻസ് ആദ്യം നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ അധികം എന്താ പറയുക പീസ് ഓഫ് റീജിയൻസ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്, അതിങ്ങനെ ഷാറ്റേഡ് ആയി കിടക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ പീപ്പിൾസിൻ്റെ ഇടയിൽ വി ആർ ദ പാർട്ട് ഓഫ് ജർമ്മൻ എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രോ ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മൾ പറയുന്നത് നാഷണലിസ്റ്റ് ഫീലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, വൈഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ജർമ്മൻ മിഡിൽ ക്ലാസ് പീപ്പിൾസിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദ ലിബറൽ ഇനിഷ്യേറ്റീവ് ടു നാഷണൽ ബിൽഡിംഗ് വാസ് ഹൗവർ റെപ്രസ്ഡ് ബൈ ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് മൊണാർക്കി ആൻഡ് മിലിറ്ററി സപ്പോർട്ടഡ് ബൈ ദ ലാൻഡ് ലോർഡ്സ് ഓർ ലാൻഡ് ഓണേഴ്സ് ഓഫ് പ്രഷ്യ. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയുന്ന മിഡിൽ ക്ലാസിൻ്റെ ഈ ഒരു നാഷണലിസം ഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നാഷണൽ സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രൈ അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തെ സപ്രസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് റിപ്രസ് ചെയ്യുന്നുണ്ട്. ആരാണ്? മിലിറ്ററിയും മൊണാർക്സ് ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാൻഡ് ഓണേഴ്സ് ഓഫ് പ്രഷ്യ ആണ് നമ്മൾ ജംഗസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരൊക്കെ കൂടി എന്തിനാണ് റിപ്രസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നാഷണൽ സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടാനുള്ള ലിബറൽ ഇനീഷ്യേറ്റീവ്സിനെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ അവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് മിലിറ്ററിയും അതുപോലെ തന്നെ മൊണാർക്സ് ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട് അല്ലെങ്കിൽ റിപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ടൈമിലാണ് ജർമ്മനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടുള്ള പ്രഷ്യ. ഓക്കെ, ജർമ്മനിലെ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള പ്രഷ്യ എന്ത് ചെയ്യുന്നത്, ഈ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ലീഡർഷിപ്പ് അവർ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളിത് സെറ്റാക്കിക്കോളാം, ഞങ്ങൾ എന്ത് ചെയ്തോളാം, ജർമ്മനി യൂണിഫൈ ചെയ്തോളാം എന്ന് ആര് ഡിസൈഡ് ചെയ്യാണ്, പ്രഷ്യ ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രഷ്യ ടുക്ക് ഓൺ ദ ലീഡർഷിപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് നാഷണൽ യൂണിഫിക്കേഷൻ. ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ ലീഡർഷിപ്പ് ആര് ഏറ്റെടുക്കുകയാണ്, പ്രഷ്യ ഏറ്റെടുക്കുകയാണ്. പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വൺ ബിസ്മാർക്ക്, ഹീസ് ഓൾസോ നോൺ ആസ്, നമ്മളതൊന്ന് കളർ ഒരു സുഖമില്ലല്ലോ മക്കളെ, കളർ ഒന്ന് മാറ്റി പിടിക്കാം. യെസ്, നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓട്ടോ വൺ ബിസ്മാർക്കാണ് ഈ പറഞ്ഞ ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ്റെ പ്രോസസ്സിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇറ്റ്സ് ചീഫ് മിനിസ്റ്റർ ഓട്ടോ വൺ ബിസ്മാർക്ക് വാസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ദ പ്രോസസ് കാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രഷ്യൻ ആർമി ആൻഡ് ബ്യൂറോക്രസി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വാസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓട്ടോ വൺ ബിസ്മാർക്കാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓട്ടോ വൺ ബിസ്മാർക്ക് ആരായിരുന്നു, പ്രഷ്യൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഓട്ടോ വൺ ബിസ്മാർക്ക്. അദ്ദേഹം ആരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രഷ്യൻ ആർമിയുടെയും ബ്യൂറോക്രസിയുടെയും. പ്രഷ്യൻ ആർമി ആൻഡ് ബ്യൂറോക്രസി ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓട്ടോ വൺ ബിസ്മാർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഷ്യൻ ആർമിയുടെയും ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ്, ബ്യൂറോക്രാറ്റ്സ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസ്, അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് ഓട്ടോ വൺ ബിസ്മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ വൺ ബിസ്മാർക്ക് നമ്മൾ പറയുന്നുണ്ട് ആർക്കിടെക്ട് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എന്ന് നമുക്ക് ആരെ പറയാം, ഓട്ടോ വൺ ബിസ്മാർക്കിനെ പറയാം. ബിക്കോസ് ഓട്ടോ വൺ ബിസ്മാർക്കിൻ്റെ ലീഡർഷിപ്പിലാണ് പ്രഷ്യ ജർമ്മൻ യൂണിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. കുറേ അധികം വാറുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ, നമ്മളിവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും. 3 wars over 7 years, 3 വാറുകൾ ഉണ്ടാവുന്നുണ്ട്. ഓവർ 7 yearsലൂടെ 3 യുദ്ധങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ ജർമ്മനി അല്ലെങ്കിൽ പ്രഷ്യ റീജിയൻ മറ്റ് ഏരിയാസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ് പോലെയുള്ള പ്രദേശങ്ങളുമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്, വാർ ഉണ്ടാവുന്നുണ്ട്. ഫൈനലി പ്രഷ്യൻ വിക്ടറി ആൻഡ് കംപ്ലീറ്റഡ് ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ. ഫൈനലി പ്രഷ്യ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. കുറേ വാർ ഉണ്ടാവുന്നു, അതിൽ ആര് വിജയിക്കുന്നു, പ്രഷ്യ വിജയിക്കുന്നു. അങ്ങനെ പ്രഷ്യ എന്ത് കംപ്ലീറ്റ് ചെയ്യാണ്, ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻ ജാനുവരി 1871 ദ പ്രഷ്യൻ കിങ് വില്യം ഫസ്റ്റ്
വാസ് പ്രൊക്ലൈംഡ് ജർമ്മൻ എംപറർ ഇൻ ദ സെറിമണി ഹെൽഡ് അറ്റ് വേഴ്സാലിസ് എന്ന് പറയുന്ന എന്താ പറയുക പാലസിൽ വെച്ച് നടക്കുന്ന സെറിമണിയിൽ ജർമ്മൻ എംപററായിട്ട് ആരെ ഡിക്ലെയർ ചെയ്യാണ്? നമുക്ക് കാണാൻ പറ്റും കൈസർ വില്യം ഫസ്റ്റിന് എന്ത് ചെയ്യാണ് ഡിക്ലെയർ ചെയ്യാണ്? പ്രഷ്യൻ കിങ് ആയിട്ടുള്ള കൈസർ വില്യം ഫസ്റ്റിന് എന്ത് ചെയ്യാണ് ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്? എന്തായിട്ടാണ്? ജർമ്മൻ എംപററായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ജർമ്മനിക്ക് ഒരു എംപറർ വന്നു. ജർമ്മനി എന്ന് പറയുന്നത് ഒരു നാഷനായിട്ട് മാറുകയാണ്. പല റൂളേഴ്സിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന പല ഡൈനാസ്റ്റീസിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ജർമ്മനി യൂണിഫൈ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രഷ്യ ചെയ്യുന്നത്. പ്രഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ പ്രഷ്യ എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് ജർമ്മൻ്റെ പാർട്ടായിട്ട് ഒരു റീജിയനാണ് ഇത് പ്രഷ്യ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്നത് ഓൺ ദ ബിറ്റർലി കോൾഡ് മോർണിംഗ് ഓഫ് 18th January 1871, an assembly comprising the princes of the German states, representative of the army, important Prussian ministers, including the chief minister Otto von Bismarck, gathered in the unheated hall of mirrors in the palace of Versailles to proclaim the new German empire headed by Kaiser Wilhelm I of Prussia. അപ്പോൾ ഈ പറയുന്ന പല ജർമ്മൻ സ്റ്റേറ്റ്സിലെയും പ്രിൻസസും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വൺ ബിസ്മാർക്കൊക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഒരു പാലസിൽ വെച്ച് എന്ത് ഡിക്ലെയർ ചെയ്യാണ്? ജർമ്മൻ എംപയറായിട്ട് ജർമ്മൻ എംപയറായിട്ട് അല്ലെങ്കിൽ ജർമ്മൻ എംപയറിനെ ലീഡ് ചെയ്യുന്ന ആരാണ്? കൈസർ വില്യം ഫസ്റ്റ് ആണ് എന്ന് എന്ത് ചെയ്യാണ് ഡിക്ലെയർ ചെയ്യാണ്. അതായത് ജർമ്മനിയുടെ റൂളറായിട്ട് ആരെ പ്രഖ്യാപിക്കുകയാണ്? കൈസർ വില്യം ഫസ്റ്റ് എന്ത് ചെയ്യാണ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുന്നത് 1871 നമുക്ക് കാണാൻ പറ്റും. 1871 January 18th ജർമ്മൻ എംപയറായിട്ട് ആരെ ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മുടെ കൈസർ വില്യം ഫസ്റ്റ്, പ്രഷ്യയുടെ റൂളറായിട്ടുള്ള കൈസർ വില്യം ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് പറയുന്നത് The nation building process in Germany had demonstrated the dominance of Prussian state power. നമുക്കിവിടെ കാണാൻ പറ്റും ഈ ജർമ്മനിയുടെ നാഷൻ ബിൽഡ് പ്രോസസ്സിൽ പ്രഷ്യൻ സ്റ്റേറ്റിൻ്റെ പവർ എന്തായിരുന്നു എന്നുള്ളതും പ്രഷ്യൻ സ്റ്റേറ്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദ ന്യൂ സ്റ്റേറ്റ് പ്ലേസ്ഡ് എ സ്ട്രോങ് എംഫസൈസ് ഓൺ മോഡേണൈസിംഗ് ദ കറൻസി, ബാങ്കിങ് ആൻഡ് ലീഗൽ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ജർമ്മനി. Prussian measures and practices often became a model of the rest of Germany. പ്രഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? കറൻസി മോഡേണൈസ് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് കൊണ്ടുവരുന്നുണ്ട്, ലീഗൽ സിസ്റ്റത്തിനും ജുഡീഷ്യൽ സിസ്റ്റത്തിനും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലുള്ള ജർമ്മനിയിലുള്ള മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരു റോൾ മോഡലായിട്ട് ആര് വരുന്നുണ്ട്? പ്രഷ്യ വരുന്നുണ്ട്. പ്രഷ്യ എന്താ പറയുക ആ ഒരു ഡോമിനൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രഷ്യ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡോമിനൻസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾക്ക്, ജർമ്മനിയുള്ള മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരു റോൾ മോഡലായിട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ പ്രഷ്യ മാറുന്നുണ്ട്. അപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷൻ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് പ്രഷ്യയാണ്. പ്രഷ്യൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വൺ ബിസ്മാർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രഷ്യൻ ആർമി ആൻഡ് പ്രഷ്യൻ ബ്യൂറോക്രസി നമുക്ക് കാണാൻ പറ്റും. ഫൈനലി കൈസർ വില്യം ഫസ്റ്റ്, പ്രഷ്യൻ കിങ് ആയിട്ടുള്ള കൈസർ വില്യം ഫസ്റ്റിനെയാണ് ജർമ്മൻ എംപയറുടെ എന്താ പറയുക ഹെഡായിട്ട് എന്ത് ചെയ്യുന്നത് അപ്പോയിൻറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും 1871. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കുറച്ചധികം ഉണ്ട് എനിക്കറിയാം. എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് വിത്തിൻ 10 minutes നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളെ ജർമ്മൻ യൂണിഫിക്കേഷൻ ഉള്ളൂ. എനിവേ നമ്മളിത് ആപ്പിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മുടെ എന്താ പറയുക അസ്ത്ര ബാച്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അസ്ത്ര ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2.0 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എന്ത് ചെയ്യുക മക്കൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഈ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ തരിക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സജഷൻ അല്ലേ, നിങ്ങൾക്ക് എന്താണോ ഇനി സോഷ്യൽ എന്താണോ ആവശ്യം, ഹിസ്റ്ററിയിലാണെങ്കിലും പൊളിറ്റിക്കൽ സയൻസിലാണെങ്കിലും ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ടഫായിട്ടുള്ളത് അത് കുറച്ചും കൂടി കേട്ടാൽ ഉപകാരം എന്നുള്ളത് മക്കൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അത്തരം വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനി ടഫായിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഇതൊന്നും കൂടി എടുക്കും സാറേ, ഈ ഒരു ടോപ്പിക് ഒന്ന് ഇതുപോലെ ഷോർട്ടായി പറയാം സാറേ എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക അതും കൂടി മക്കൾ കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സൊക്കെ ആയിട്ട് കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.